നവേര ചൂസ് ചെയ്യാനെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതില്ല, കോംപ്ലിക്കേഷൻ ഇല്ലാതെ, കൂടുതൽ ലിറ്റിഗേഷൻ ഇല്ലാതെ, സാറും കുടുംബം മാത്രം അതിൽ ഒരു പാർട്ട്ണറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നൊരു സംരംഭം. പിന്നെ നല്ല ലൊക്കാലിറ്റി, എല്ലായിടത്തേക്കും ആക്സസ് നന്നായിട്ടുണ്ട്. ഇപ്പം സിറ്റിയിലേക്ക്, തൃശ്ശൂർ സിറ്റിയിലേക്ക് ആയിരുന്നാലും അടുത്ത് തന്നെ ഈ കോളേജുകളും അതും ഇതൊക്കെ എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇത് ചൂസ് ചെയ്യാനുള്ള ഇതുണ്ടായത്. ഞങ്ങൾ ജനിച്ചു വളർന്നത് കേരളത്തിലാണെങ്കിലും ഒരു 50 വർഷത്തോളം കർണാടക സ്റ്റേറ്റിൽ ബാംഗ്ലൂരായിരുന്നു. ഞാനവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അവിടെ ജോലി ചെയ്തു. പിന്നെ താമസം അവിടെ ബാനസവാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. വാടക വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ സ്വന്തമായിട്ടുള്ള വീടൊക്കെ ഇത് ചെയ്ത് എല്ലാം സെറ്റപ്പായി വരുമ്പോഴേക്കും പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ പറിച്ചു കിടുകയുണ്ടായിരുന്നു. വയസ്സായ കാലത്തിൽ ബാക്കിയുള്ള സമയം ഇവിടെ കേരളത്തിൽ തന്നെ ചെയ്യാന്നുള്ള ഒരിതാണ്. ഇതെൻ്റെ ഭാര്യ. എൻ്റെ പേര് വത്സല. ഞാൻ യൂത്ത് സർവീസ് ആൻഡ് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കർണാടക അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. 33.5 വർഷം സർവീസ് ചെയ്തു. 35 വർഷം സ്വന്തം വീട്ടിൽ താമസിച്ചു. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി. ഞാൻ ജനിച്ച നാട്ടിൽ തന്നെ വന്നു. അതിനിടയ്ക്കാണ് നമ്മൾ മാർക്കറ്റിംഗ് മാനേജർ സിബി സാറിനുമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഒന്ന് കാണാനിടയായി. കണ്ടതോടുകൂടെ തന്നെ കംപ്ലീറ്റ് നല്ലൊരു ഇമ്പ്രഷൻ വന്നു. ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഏത് മെറ്റീരിയൽ ക്വാളിറ്റി, അതിൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റി, ഇതെല്ലാം ഇത് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ വളരെയധികം ഇമ്പ്രസ്ഡ് ആയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് കിച്ചൺ തന്നെയാണ്. ഇൻറ്റീരിയർ കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം കിച്ചണാണ്. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു അവൾക്ക് ബേവിൻ്റെ ആണ് ഇഷ്ടമെന്ന്.